സച്ചിദാനന്ദൻ, ഈ നിരീക്ഷകർ നിറം മാറുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. താങ്കളോട് അങ്ങനെ ചോദിക്കുന്നുണ്ടാവും പലരും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി ഈ മൂന്നാം LDF സർക്കാർ സാധ്യമാകുമോ എന്നുള്ള ചോദ്യം ഉയരുന്ന ഈ ഘട്ടത്തിൽ ആ സമയത്തുള്ള ഒരു നിറമാറ്റമാണോ ഇത്? അങ്ങനെയും പറയാൻ കഴിയുമല്ലോ, ഇനി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു CPM പക്ഷേ ഇടത് നിരീക്ഷകനെ നിങ്ങൾ എഴുതി കാണിക്കുന്നെങ്കിലും എനിക്ക് വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ ഇടതുപക്ഷത്തിലുള്ള RSP ലെനിനിസ്റ്റ് എന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ആദ്യം മുതലേക്ക് എഴുതി കാണിക്കുന്നു. ഞാൻ അതിനകത്ത് വ്യക്തമൊന്നും വരുത്തിയിട്ടു. ഇവിടെ റിജി ലൂക്കോസ് ഇടതുപക്ഷത്തിന് വേണ്ടി സമഗ്രമായിട്ട് വാദിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം നേരത്തെ പാർട്ടിയുടെ അംഗമായിരുന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ, അതാണ് അവതാരകൻ പറഞ്ഞതുപോലെ, സാധാരണ ചിലരൊക്കെ ഒരു പാർട്ടി വിട്ടു മാറുകയോ മുന്നണി വിട്ടു മാറുകയോ അതിന് ബ്രേക്ക് ഉണ്ടാകും. കുറെ സമയത്ത് അവർ നിശബ്ദരായിട്ട് നിന്നതിന് ശേഷമാണ് അവർ ഒരു മുന്നണി വിട്ടോ പാർട്ടി വിട്ടോ മാറുന്നത്. ഇത് ഇന്നലെ വരെ ഇടതുപക്ഷത്തിന്റെ ഒരു വക്താവായിട്ടിരുന്നിട്ട് പെട്ടെന്ന് രാവിലെ ഏറ്റവും ആർക്ക് വേണ്ടിയാണോ വാദിച്ചുകൊണ്ടിരുന്നത് അവരെ തള്ളി പറയുകയും ആർക്കെതിരെയാണോ വാദിച്ചുകൊണ്ടിരുന്നത് അവരെ പുകഴ്ത്തി പറയുകയും ചെയ്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും അതിനാർക്കും സംശയമുണ്ടാകും. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളുണ്ടോ, എന്തെങ്കിലും സ്ഥാനമോഹങ്ങളുടെ കാര്യങ്ങൾ വല്ല ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സ്വാഭാവികമാണ്. അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. അല്ലാത്തവർ വളരെ ക്രമാതീതമായിട്ട് താത്വികമായിട്ടോ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ടുള്ള വ്യതിചലനങ്ങളിലൂടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇവിടെ തത്വശാസ്ത്രപരമായ വ്യതിചലനങ്ങളൊന്നും ഉണ്ടാവേണ്ട സാഹചര്യമായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു മോട്ടീവ് ഉണ്ട്. വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു മോട്ടീവ് ഒക്കെ വരാം. തിരിച്ചറിവെന്ന് പറയാൻ ഇതിനെ പറ്റില്ല. കാരണം കപ്പലിലിരുന്നവൻ അതെടുത്ത സാധനത്തിന് സഹിക്കവേ അതൊരു കവിതയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, കപ്പലിരുന്ന കല്ലോല കരാളമം കടലിൽ ചാടിക്കൊണ്ട്. കപ്പലിൽ അസാധന സഹിക്കവയ്യാതെ കടലിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് BJP പോലുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിവെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇതൊരു താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രചോദനമായിരിക്കും. ഞങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞ സഡൻ പ്രൊവക്കേഷൻ. കാര്യം ഇതൊരു സ്ലോ പ്രോസസ് ആയിരുന്നില്ലല്ലോ. ശ്രീ തവടിക്കരൊക്കെ പറഞ്ഞ പോലെ ഇന്നലെ വരെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വക്താവായിരുന്നു. ഒരു സൂര്യൻ ഒന്ന് അസ്തമിച്ച് ഉദിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനമാറ്റം എന്ന് പറയുന്നത് സഡൻ പ്രൊവക്കേഷനാണ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ടെംപ്ടേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ വാഗ്ദാനങ്ങളോ ഒക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ വ്യക്തിയുടെ താല്പര്യമാണ്. കാരണം രാഷ്ട്രീയം പലരും മാറാറുണ്ട്. എത്രയോ നേതാക്കന്മാരുടെ കരുണാനിധിയുടെ മകൻ മാറി BJP പോയിരിക്കുന്നു. ശ്രീ കരുണാകരന്റെ മകള് BJP പോയിരിക്കുന്നു. അങ്ങനെ എത്രയോ ഉന്നതന്മാരായ നേതാക്കന്മാർ കോൺഗ്രസിന്റെ എത്രയോ പേര് BJP പോയിരിക്കുന്നു. CPM. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒറ്റച്ചാട്ടത്തിന് BJP എന്ന പ്രയോഗം നടത്തിയത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, ശ്രീ പിണറായി വിജയനാണ്. ഇപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ എതിർ ചോദ്യമായിട്ട് അദ്ദേഹത്തിന് നേരെ തന്നെ വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ കളിയാക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസ് നേതാക്കളുടെ അധികാര മോഹത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണല്ലോ ഒറ്റച്ചാട്ടത്തിന് BJP എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തിയത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു സഹയാത്രികൻ ഒറ്റച്ചാട്ടത്തിന് BJP. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നൊക്കെ ഒറ്റച്ചാട്ടത്തിന് BJP പോയ പലരും അവിടെ ഇപ്പൊ കൈയും കാലും ഇട്ടടിക്കുകയല്ലേ, കപ്പലിൽ നിന്ന് കടലിൽ ചാടിയതുപോലെ. തിരിച്ചെങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ അവർ നിൽക്കുകയാണ്. എത്ര പേര് ഇതിനകത്ത് പോയിട്ട് ഔദ്യോഗികമായിട്ട് അവരെ പരിഗണിക്കപ്പെട്ടു. അവരവരുടേതായിട്ട് അവരുടെ കുഴപ്പമല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ പെട്ടെന്ന് വരുന്നവരൊന്നും പരിഗണിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതല്ലേ, ശ്രീലേഖ തന്നെ പറയുന്നു എന്നെ മേയറാക്കാം എന്ന് വിളിച്ച് വീട്ടിൽ വന്നിരുന്ന് വാഗ്ദാനം ചെയ്തതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ. അവർ തന്നെ പറയുന്നു അവർ ചാടി BJP-യിൽ ചെന്നു അവിടെ നിന്ന് കൗൺസിലറായിട്ട് ജയിച്ചു വന്നപ്പോൾ അവരുടെ പേരുണ്ടായിരുന്നില്ല. അത് ഒരു കാര്യത്തിൽ അക്കാര്യത്തിൽ ഞാൻ BJP തള്ളി പറഞ്ഞില്ല. കാര്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പെട്ടെന്ന് ഇങ്ങനെ സ്ഥാനം കണ്ടുകൊണ്ട് വരുന്നവരെ അങ്ങനെ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ്. കാരണം രാഷ്ട്രീയത്തിൽ വർഷങ്ങളായിട്ട് VV രാജേഷ് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് BJP-യിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു മുതിർന്ന പ്രവർത്തകർ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഒരു സ്ഥാനത്തിന് വേണ്ടി അവർ വന്ന് മോഹിപ്പിച്ചിട്ടാണെങ്കിൽ പോലും അവർ വന്നത് മേയർ എന്ന ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ഒരു സീനിയർ IPS ഓഫീസർ വരുന്നത്. അപ്പോൾ അവരെ പരിഗണിക്കാൻ പാടില്ല. അത് വഞ്ചനയുണ്ടോ എങ്കിൽ പോലും പരിഗണിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. കാരണം അങ്ങനെ അതൊരു ഒരു കാര്യമായിരിക്കണം. മറ്റുള്ളവർക്ക് ഇനി പുറകെ ചാടി വരുന്നവർക്ക് ഇതൊരു മാതൃകയായിരിക്കണം. പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഇവിടെ പലരും വന്ന് പറയുന്നുണ്ടല്ലോ, പലരും ഞങ്ങളെയൊക്കെ സ്വീകരിക്കാമെന്ന്. എനിക്കറിയാം, ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചെല്ലുന്നവരെ ആദ്യം മാലയിട്ട് ശരി. അതിപ്പോൾ റിജി ലൂക്കോസിന് ഏത് പരിഗണനയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ഷാക്കിർ, പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.